ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. സോ വി ആർ സോ ഹാപ്പി ടുഡേ ബിക്കോസ് നമ്മുടെ ചാനൽ എത്രയായി? 3 million. എന്തായാലും എനിക്ക് പ്ലസ് ടു എന്തായാലും സയൻസ് എന്തായാലും പാസ്സാവും. എനിക്ക് ഭയങ്കര നാക്ക് ഉണ്ട് കേട്ടോ. നമുക്ക് കൂടി മനസ്സിലായില്ല. എന്തായാലും നല്ല മാർക്ക് കിട്ടുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധി തോന്നലുകളൊക്കെ നല്ല, പക്ഷെ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് സയൻസിന് ഫുൾ മാർക്ക് കിട്ടുന്നു പറയാം. പക്ഷെ എനിക്ക് ഭയങ്കര ഇതായി തോന്നി, ഭയങ്കര ബ്രെയിനുള്ള പരിപാടി ഇപ്പോൾ ചെയ്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചു. 3M, ഇത് 3, ഇത് M. അത് ഓനറിയും കൂടി ഇല്ല സംഗതി ഇവിടെ വെക്കണതൊക്കെ പെട്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്നതാണ്. അഫീ വ്ളോഗിൽ എന്താ വെച്ചാൽ വ്ളോഗിൽ കുറച്ച് സങ്കടത്തിലാണ് കുറച്ച് ദിവസമായിട്ട് ആക്റ്റീവ് ആവാത്ത പ്രശ്നങ്ങൾ അഫിക്കില്ല. സങ്കടമാണ് എന്ന് വെച്ചാൽ ഒരു പരീക്ഷ എന്താവുന്നില്ലൊരു നമ്മളൊക്കെ എൻജോയ് ചെയ്യുമ്പോൾ എനിക്ക് ചെറിയ ടെൻഷൻ ഇതിലുണ്ട്. അത് ബേസിക്കലി ഉണ്ടാവും. ഇപ്പൊ ഞാനൊക്കെ 10ാം ക്ലാസ് പഠിക്കുന്ന ടൈമിൽ എൻജോയ് ചെയ്യും. അതിപ്പോൾ ഈ 10ാം ക്ലാസ് നമ്മൾ പഠിക്കുന്ന ടൈമിലൊക്കെ വെച്ചാൽ ഇമ്മമാര് നമ്മളെ ഹാപ്പി ആക്കാൻ കല്യാണ പരിയിൽ കൊണ്ടുപോകും. ചിലപ്പോൾ പിറ്റേന്ന് എക്സാം ഉണ്ടാവും. അവിടെ ഇനി ഏതൊക്കെ പോയിക്കൂത്താലും നമുക്ക് ഹാപ്പി ആകാൻ പറ്റില്ല. കാരണം നമ്മളെ ചിന്ത ഫുള്ളി എക്സാം ഇപ്പോൾ എന്താവും. കാരണം കുട്ടികളാകുമ്പോൾ ഓലതായ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ എന്തായാലും മാക്സിമം ഹാപ്പി ആയിട്ട് നിൽക്കുക. +2 ഇൻഷാല്ലാ എൻ്റെ കൊക്കിന് ചെയ്യണ്ടേ. +2 കഴിഞ്ഞാൽ ഞാനൊക്കെ തരാൻ പോണ എൻ്റർടൈൻമെൻറ്റ് പാക്കേജുകളെ കുറിച്ച് കേട്ടാൽ ഞെട്ടിപ്പോവും. അതുപോലത്തെ സാധനങ്ങളാണ് ഞാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അനക്ക് ഇങ്ങോട്ട് എൻജോയ് ചെയ്തിട്ട് ലൈഫ് നൂലാമാലൻ്റെ ഓലയാക്കും. നൂലാമാലൻ്റെ ഓല നൂലാമാലൻ്റെ ഓല അതേമാതിരിയാവും. ഒന്നിനും നേരം ഉണ്ടാവില്ല. അതേപോലെ ആക്കും ഞാൻ. അപ്പം നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ കരുതിയിട്ടുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ പോലെ ഈസി വേല് നയിക്കാൻ പോവാണ്. അപ്പം ഇന്ന് വേറെ പല കാര്യങ്ങൾ കൊണ്ട് ഞാൻ ഹാപ്പി ഉണ്ട്. 3 million ആയി. ഞാനെന്താ വെച്ചാൽ എൻ്റെ ജേണിയിൽ ഇതുവരെ ഒരു സാധനം ഞാൻ ഇതുവരെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. അഫിൻ്റെ ഓർമ്മയിൽ ഞാൻ ഏതെങ്കിലും മില്യണോ അല്ലെങ്കിൽ ഏതെങ്കിലും കെയോ സെലിബ്രേറ്റ് ചെയ്തായിട്ട് ഇപ്പോൾ 100K, 200K, 300K, 500K, 1 million, 1.5 million, 2 million, 2.5 million, മൊത്തം 6 million. അതിൻ്റെ മേലെ എല്ലാ നമ്മളെ പ്ലാറ്റ്ഫോം, ഫേസ്ബുക്ക്, എല്ലാ പ്ലാറ്റ്ഫോംസും, സ്നാപ്ചാറ്റ് മൊത്തം കൂട്ടിയിൽ 10 million മേലെ ഓഡിയൻസ് ഇപ്പോൾ മാഷാഅല്ലാഹ് നമുക്കുണ്ട്. ഫുൾ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. എല്ലാ പ്ലാറ്റ്ഫോംസും ഉണ്ട്. ഫേസ്ബുക്ക് അതുപോലെ തന്നെ ബാക്കിയുള്ള കുറേ മീഡിയംസ് ഉണ്ട്. പണ്ട് ക്ലബ് ഹൗസിലുണ്ടായി നമുക്ക് അത്യാവശ്യം ഫോളോവേഴ്സ്. ക്ലബ് ഹൗസിൽ നമുക്ക് കിഡിലും ഫോളോവേഴ്സ് ഉണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. ആ അക്കൗണ്ടിൽ അത്രയും ഫോളോവേഴ്സ് ഉണ്ട്. അപ്പം അതുപോലെ എല്ലാ പ്ലാറ്റ്ഫോംസിൽ നിന്നും പിന്നെ യൂട്യൂബിൽ തന്നെ എനിക്ക് എൻ്റെ സിംഗിങ്ങിൻ്റെ ചാനലുണ്ട്. ഹനാൻഷി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ സിംഗിങ്ങിന് വേറെ ചാനലുണ്ട്. അതിന് 10,700K ഉണ്ട്. യൂട്യൂബിലും 10,700K ഉണ്ട്. അപ്പം മൊത്തം ഒരു 10 million സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 10 million ഫോളോവേഴ്സ് ടോട്ടലി വേൾഡ് വൈഡ് നമുക്ക് ഉണ്ടായിട്ടും ഇത്രയും ഇതുണ്ടായിട്ടും ഞാൻ ഇതുവരെ ഒരു 100K പോലും ഇൻ്റെത് ആഘോഷിച്ചിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അത് ആഘോഷിച്ചിട്ട് എന്താണ് കിട്ടാൻ പോകണമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ പറയട്ടെ, ഞാൻ ഈ പാട്ടാണെങ്കിലും എൻ്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഹാപ്പിനെസ് ഉണ്ടാകും. ഞാനൊന്നും നാളെയിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കണില്ല. നാളെ ഞാൻ ഇന്ന ലെവലിലെത്തുന്നോ അല്ലെങ്കിൽ നാളെ ഞാൻ ഇങ്ങനെയൊക്കെ ആവുന്നു ഞാൻ ഇന്ന് വിചാരിക്കണില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷൻ ഭയങ്കര കുറവാണ് അങ്ങനത്തെ കാര്യത്തിൽ. അതായത് പ്രൊഫഷണലിയും ഫിനാൻഷ്യലൊക്കെ ആണെന്നുണ്ടെങ്കിലും നാളെ എൻ്റെ അടുത്ത് ഇത്ര വേണം, നാളെ എങ്ങനെ ആവണം എന്നുള്ളത് കൂടുതൽ സ്ട്രെസ് ചെയ്ത് ഞാൻ ചിന്തിക്കണില്ല. നമ്മുടെ അടുത്ത് ആവശ്യത്തിനുള്ളത് വേണം. പക്ഷേ നമ്മൾ നാളെ അങ്ങനെ ആവണം ഇങ്ങനെ ആവണം ഇത്ര ഫോളോവേഴ്സ് ആവണമെന്ന് വിചാരിച്ചല്ല ഞാൻ പാട്ടാണെങ്കിലും ഞാൻ വ്ളോഗിങ് ആണെങ്കിലും ഒന്നും തുടങ്ങിയിട്ടുള്ളത്. ഒക്കെ ഇന്ന സ്ട്രെസ് ഫ്രീ ആക്കാൻ എനിക്ക് എൻ്റെ മീഡിയംസാണ് പാട്ട്, വ്ളോഗിങ്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഞാൻ 2018 ഞാൻ ഓരോ പണികൾ തുടങ്ങിയത്. പാട്ടാണെങ്കിലും യൂട്യൂബാണെങ്കിൽ 22 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. ഇതുവരെ എനിക്ക് പണിക്കോണ പോലെ ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ പോണത് കേട്ടാ പരിപാടിക്ക്, ഞാൻ എടുക്കണം എന്താ വ്ളോഗ്. ഇത് ഞാൻ ഹാപ്പിയാണ്. പരിപാടിക്ക് പോകുമ്പോഴോ ഞാൻ പണിക്കുമല്ല, ഞാൻ പരിപാടിക്കാണ് പോണത്. എൻ്റെ പരിപാടിൻ്റെ പേര് പരിപാടി എന്നാണ്. എൻ്റെ പരിപാടിക്ക് ആൾക്കാർ വരുന്നത് അത് പരിപാടിക്ക് ഓൻ്റെ പരിപാടിക്കാണ് പോണത്. അപ്പോൾ ഐ എം സോ ഹാപ്പി. കാരണം പിന്നെ എല്ലാവരെയും അകമഴിഞ്ഞ സപ്പോർട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ഓരോരുത്തരും. കാരണം നിങ്ങളെത്ര വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്ക് നല്ല രീതിയിൽ അറിയാം. അതായത് എത്ര ഇയേഴ്സായിട്ടാണ് നിങ്ങളിൻ്റെ സെയിം ഓഡിയൻസായിട്ട്. കാരണം ശരിക്കും ബാക്കിയുള്ള ഓഡിയൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഡൈവേർട്ട് ചെയ്ത് പോകും. ഓരോ സ്ഥലത്തേക്ക് പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ പുതിയ സൈഡിലേക്ക് പോകും. പുതിയ ക്രിയേറ്റേഴ്സ് വരുമ്പോൾ ഓരോ ബാക്കിൽ പോകും. പക്ഷേ എൻ്റെ ഒരു ഓഡിയൻസ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏറ്റവും, അതായത് ഇപ്പം
ഞാൻ യൂട്യൂബിൽ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കറൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഫുള്ള് ഇപ്പോൾ കുറേ യൂട്യൂബേഴ്സിൻ്റെ യൂട്യൂബ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേരളത്തിൽ. അപ്പോൾ ഇതിൻ്റെ ഫുൾ എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും ഹാൻഡ്ലിങ്ങും പരിപാടി മാനേജ്മെൻറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരിൽ ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇതാരും ഷോർട്സും കാര്യങ്ങളും ഇടരുത് കേട്ടോ, കാരണം എനിക്കിത് വലിയ അങ്ങനെ പറയല്ല, പക്ഷേ ഞാൻ എൻ്റെ ഓഡിയൻസിനോടുള്ള നന്ദി സൂചകമായിട്ട് പറയണം. അതുകൊണ്ട് തന്നെ ഷോർട്സ് കട്ട് ചെയ്യണമല്ലോ, ഇത് കട്ട് ചെയ്ത് മാത്രം ഇടരുത്. കാരണം ഇത് മാത്രം കാണുന്നവർ ഞാൻ അഹങ്കാരത്തോടെ പറയണമെന്ന് കരുതും. അപ്പോൾ അതാരും കട്ട് ചെയ്യണമെന്ന് എഡിറ്റേഴ്സ് ആരും എടുക്കരുത് ദയവേത്. ഇത് മാനേജ് ചെയ്യണ ഒരാൾ എന്നോട് പറഞ്ഞാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിലനിൽപ്പുള്ള ഓഡിയൻസ് ഉള്ള ചാനലാണ് നമ്മളെ ചാനൽ കറൻ്റ്ലി. മാഷാഅല്ലാഹ്. അതായത് 22 മുതൽ ഒരു വ്ളോഗ് ഒരു ഓഡിയൻസ് 1 മിനിറ്റ് പോലും സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ചാനൽ. അത് സ്കിപ്പ് ചെയ്ത ആൾക്കാർ ഒരുപാട് കണ്ടന്റ് കാണും, പെട്ടെന്ന് കണ്ടുപോകും. പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്കിപ്പ് ചെയ്യാതെ 22 മുതൽ 26 വരെ കൺകറൻ്റ് ആയിട്ടുള്ള വ്യൂവേഴ്സായിട്ട് നിൽക്കുന്ന ഒരു ചാനലിൽ ടോപ്പ് 1 വരുന്ന ചാനലാണ് എൻ്റെ ചാനലിൽ. എനിക്ക് റിപ്പോർട്ട് തന്ന ആൾക്കാരുണ്ട് കേട്ടോ. സോ അതിൻ്റെ റിപ്പോർട്ടല്ല കേട്ടോ, ഇത് ഞാനെടുത്ത കണക്കെടുപ്പല്ല, പക്ഷേ എനിക്ക് കിട്ടിയ റിപ്പോർട്ടുകളാണ്. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇത്രയും നല്ല ഓഡിയൻസ്, ഇത്രയും കട്ടക്ക് കൂടെ നിൽക്കുന്ന ഓഡിയൻസാണ് എന്നും എൻ്റെ ശക്തി. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ 3 മില്യണായി. ഐ ആം സോ ഹാപ്പി. അപ്പം എൻ്റെ ഒപ്പമുള്ള ആൾക്കാർ അതുപോലെ തന്നെ ഫസ്റ്റ് ഓഡിയൻസ് അല്ല, ഫസ്റ്റ് ഞാൻ നന്ദി പറയുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നന്ദിയാണ് ഫസ്റ്റ് പഠിച്ചോന്, പിന്നെ ഇപ്പച്ചി ഇമ്മച്ചി, പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളെ ഓഡിയൻസിനോട് തന്നെയാണ്. എ ടു സെഡ് കാര്യത്തിന് നമ്മളെ കൂടെ നിൽക്കണം. എന്ത് വ്ളോഗ് ഇട്ടാലും, എന്തൊക്കെ പരിപാടികൾ, എന്തൊക്കെ കോപ്രായതരങ്ങൾ നമ്മൾ കാട്ടിക്കൂട്ടിയാലും, എന്തൊക്കെ അലമ്പ് കളിച്ചാലും അല്ലേ, നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഈസ് യു ഗൈസ് ആർ ഡയമണ്ട്സ്. എന്താണ് വീണേ? പളുങ്കുമണി പോലത്തെ ഓഡിയൻസ് ഉള്ളതാണ് എൻ്റെ ഒരു ഭാഗ്യം. സോ നമ്മൾ ഈ ഒരു അച്ചീവ്മെൻറ്റിൽ നിങ്ങൾ പ്രൗഡാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഹനാൻസ് ഫാമിലി പ്രൗഡാണെന്നുണ്ടെങ്കിൽ 3 മില്യൺ എനിക്ക് സപ്പോർട്ടായിട്ട് കൺഗ്രാറ്റ്സ് ഇതൊന്നും ആരും പറയണ്ട, കാരണം അതിൻ്റെ ഒറ്റയ്ക്കുള്ള നേട്ടമല്ല. ബട്ട് എന്താ ഇപ്പോൾ കമൻറ്റ് ചെയ്യുക, ഹനാൻസ് ഫാമിലി പറഞ്ഞിട്ട് ഹഗ് ചെയ്യണ ലവും കമൻറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ 3 മില്യൺ കൺഗ്രാറ്റ്സ് അതൊന്നും പറയണ്ട, കാരണം ഞാൻ ഇതിനു വേണ്ടി കൊതിച്ചുന്ന ആളല്ലേ. അങ്ങനെ പറയലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്ന പറയലുണ്ട്, അത് നമ്മളെന്തായാലും പറയും. പക്ഷേ ഇത് കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു ആഘോഷം വെക്കാനോ 4-5 കളർ ബലൂണിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് ഗിൽറ്റി പേപ്പറും ലിപ്സ്റ്റിക്കും ഇട്ടിട്ട് ഇങ്ങനെ നിന്നിട്ട് 3 മില്യൺ എന്നിട്ട് നിന്നിട്ട് റീൽ എടുക്കാനോ അല്ല. സത്യം അങ്ങനെ ആക്കണവരുണ്ട്. ബലൂൺ പൊട്ടിച്ചവരുണ്ട്, തോക്കിൽ പത നടക്കണവരുണ്ട്, വെടി വെക്കണവരുണ്ട്. കേക്ക് മുറിച്ചലുണ്ട്. നിങ്ങളെന്തേലും കൊടുന്നു അല്ല, നമ്മളെന്ത് പരിപാടിയാണ് നമ്മളെന്ത് ഭീകരമല്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, ഇന്റത് ആഘോഷം ഞാൻ എല്ലാവരും ആഘോഷിക്കും. ഇപ്പൊ സൽമാന്റെ, ഇപ്പൊ നമ്മളെല്ലാ യൂട്യൂബ് ചാനൽ, എനിക്ക് റിനാന്റെ മാത്രമേ നമ്മൾ കേക്ക് കട്ട് ചെയ്യാത്തുള്ളൂ 100 ബാക്കിയുള്ള എല്ലാവരുടെ ചാനലിന്റെ ആഘോഷങ്ങളും നമ്മൾ നടത്തിയിരിക്കണം. ഞാൻ ഈ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ കൂടെ ചാനൽ തുടങ്ങി എല്ലാവരും, ഇപ്പോൾ ഫാത്തിമ, KP, ഈച്ചു, ആഫി, ജിമ്മി, നബീൽ, ബാസിൽ, നിഹാല്, സൽമാൻ, അസറു, അർഷു, എല്ലാവരുടെ ചാനലും 100ൻ്റെ മേലായില്ലേ. എല്ലാവരുടെ ചാനലും മാഷാഅല്ലാഹ്, എല്ലാവരുടെ ചാനലും നല്ല ഗ്രോത്തുള്ളൂ. സോ അതന്നെയാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ലൈക്ക് എല്ലാവരും നമ്മളെ കൂടെ എല്ലാവരും ഒരു വഴിക്ക് പോകുമ്പോൾ, ഇപ്പം നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും എത്രയോ യൂട്യൂബേഴ്സ് കേരളത്തിലുണ്ട്. എത്ര ആൾക്കാരെ ഫ്രണ്ട്സിന് ഇത്രയും യൂട്യൂബ് ചാനൽസ് ഇത്ര ഗ്രോത്തുള്ള എത്ര ആളെ യൂട്യൂബേഴ്സിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാകും. അതിന് നമ്മളെ ചാനലും നമ്മളെ ഫ്രണ്ട്സും തന്നെ ഉള്ളൂ. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഒരേപോലെ വളർന്നു വരിക എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മൾ ജീവിക്കുന്നവരാണ്. സോ ഹാപ്പി, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഹനാൻസ് ഫാമിലി എന്നിട്ട് എല്ലാവരും ഹഗ് ചെയ്യണ കമൻറ്റ് ഇടുക. ബിക്കോസ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു യു ഗൈസ്. അത് ഇത്രയും സെറ്റപ്പാക്കി തന്നെ എല്ലാവരോടും ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. അപ്പോൾ കൂടുതൽ വീരവാദം ഞാൻ മുഴക്കണില്ല. ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ മറ്റേ ചക്രവാളത്തിൽ ഉയർന്ന സൂര്യൻ പൊന്തിച്ച് വരുമ്പോൾ എനിക്ക് 4 മില്യണോ 5 മില്യണോ ചിലപ്പോൾ ആഘോഷിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ കൂടുതൽ ഇതാവണില്ല. അപ്പോൾ എന്തായാലും ഭയങ്കര ഹാപ്പി. അപ്പോൾ 3 മില്യണായി. അപ്പോൾ നമ്മൾ മുൻപൊരു വ്ളോഗിൽ നിങ്ങളെല്ലാവരും കണ്ടു മറന്നൊരു മുഖം ഇന്നെൻ്റെ വീട്ടിൽ വന്ന് ഇരിക്കുന്നുണ്ട്. അപ്പം വ്ളോഗിൽ ആറാടുകയാണ്, ആറാട്ടെണ്ണം പറഞ്ഞ പോലെ ആറാടുകയാണ് എന്ന് പറഞ്ഞ പോലെ ആറാടിയ ഒരാൾ ഇവിടെ നമ്മളെ വീട്ടിൽ നിന്ന് വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ ആള് പണ്ട് വന്ന സിറ്റുവേഷനിലല്ല നമ്മളെ കൂടെ ഉള്ളത്, ബട്ട് സ്റ്റിൽ ഹീസ് ഹാപ്പി. അപ്പം ഹസൻ എല്ലാവർക്കും ഓർമ്മ നമ്മളെ വീട്ടിൽ വന്ന അറബി. അപ്പോൾ പുള്ളീൻ്റെ ഒരു കസിൻ ഇപ്പം സിക്കായിട്ട് വയ്യാണ്ട് നമ്മളെ കോട്ടക്കൽ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഓന് ഇങ്ങനെ
ഇവിടെ ഉണ്ടായപ്പോൾ കോട്ടക്കൽ ഉണ്ടായപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ വരാത്തത് അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ വേഗം ഇങ്ങോട്ട് പോന്നിട്ടോ. അപ്പോൾ സിക്കായ ഓനെയും കൂട്ടിയിട്ടാണ് വന്നത്. അതൊക്കെ ഇതിവിടെ വെച്ചിട്ട് ഞങ്ങൾ കാണുമ്പോൾ ആകെ എനിക്ക് സങ്കടമാവും എൻ്റെ വീട്ടിൽ വീൽ ചെയർ കാണുമ്പോൾ. അല്ലോ അപ്പം അള്ളാഹു അവൻ്റെ മാറ്റി കൊടുക്കട്ടെ, ഷിഫാക്കി കൊടുക്കട്ടെ അടച്ചോനെ. അപ്പം ഹസനല്ല പ്രശ്നം, ഹസൻ്റെ കസിനാണ്. ഇവിടുന്ന് ഞങ്ങളെല്ലാവരും ഓനെ പൊന്തിച്ച് ഇവിടെ കൊടുന്ന് വീൽ ചെയറോടെ പൊന്തിച്ച് ഇവിടുന്ന് സ്റ്റെപ്പ് ഞങ്ങൾ പൊന്തിച്ച് മേലെ കൊണ്ടുപോയിരുത്തി PS5 വലിച്ചണം പറഞ്ഞു അങ്ങോട്ട് കൊണ്ടുപോയി. ചാടിയതാവും ആരുടെയും. അപ്പം ഭയങ്കര ഹാപ്പി. അപ്പം പിന്നെ എനിക്ക് ഓഡിയൻസിനോട് വളരെ പറയാനുള്ള ഒരു ഇതെന്താ വെച്ചാൽ ഇന്നെ മനസ്സിലാക്കണ ആൾക്കാരാണ് 99% ഇതിലുള്ളത് എന്നെനിക്കറിയാം. പക്ഷേ ചില ഷോർട്സും കാര്യങ്ങളും കണ്ടിട്ട് പുതുതായി വന്ന് കയറുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ 4 കൊല്ലം മുമ്പുള്ള ഞാനെങ്ങനെയാണ്, 5 കൊല്ലം മുമ്പുള്ള ഞാനെങ്ങനെയാണ് കാണുന്നവർക്കറിയാം 2018 ഞാൻ എങ്ങനെയുള്ളത്. അതേ കള്ളിത്തുണിയും പുള്ളി ടൗസറും ആ കീറക്കുപ്പായം ഇട്ടിട്ട് തന്നെയാണ് 2026 ഞാൻ നിങ്ങളെ മുന്നിൽ വന്ന് ഈ മുണ്ട് മടക്കി കുത്തി നിൽക്കണം എന്നുള്ളത് ടോവിനോ ലൂസിഫറിൽ പറഞ്ഞ പോലെ അതും അറിയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അതറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങേറുള്ള കാര്യമാണ് ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ട് നിൽക്കുമ്പം നിങ്ങൾ ഇന്നൊരാളെ മൈൻഡാക്കിയില്ല എന്ന് ഓരോരുത്തർ പറയണത് കേട്ടോ. കാരണം എൻ്റെ ചുറ്റും എത്ര ആളെ മൈൻഡാക്കണം ഞാൻ? അല്ല ഞാനിങ്ങനെ വ്ളോഗ് ഓണാക്കുക അങ്ങനെ പോവാണ്. അതിൽ പോണോലൊക്കെ പോകും, അതിൽ ബാക്കിൽ സംസാരിക്കണമെന്ന് തട്ടണമെന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ അതൊരിക്കലും ആ ഒരു 30 മിനിറ്റിൻ്റെ വീഡിയോ അല്ലെങ്കിൽ 1 മണിക്കൂറിൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഇന്നെ ജഡ്ജ് ചെയ്യരുത്, ജഡ്ജ്മെൻറ്റിലാവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് എല്ലാവരും ഇനിയിപ്പോൾ റിനാൻ, ഫർസാൻ, സൗദ് ഓല ചാനൽ നമ്മൾ കൂട്ടിയിട്ടില്ല. 10-25 ചാനലുണ്ട്. നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവരുടെ ചാനലും 100, 150K, 300K, 500K, 800K അതിൻ്റെ മേലുള്ള എല്ലാവരുടെ ചാനലും വളർന്നുണ്ട്. എല്ലാവരുടെ ചാനലും മാഷാഅല്ലാ എല്ലാ കുട്ടികളുടെ ചാനലും നമ്മളെന്തായി 100K, 200Kൻ്റെ മേലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന 10-20 ആളെ ചാനലും എല്ലാം നല്ല ഗ്രോത്തും ഉണ്ട്, എല്ലാം ഉഷാറായി പോട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹം. അപ്പം അതിൻ്റെ ഇടയിൽ നിങ്ങൾ വന്ന് എങ്ങനെ പറയുന്നത് ഞാൻ ഇന്നാളെ മൈൻഡ് ചെയ്തില്ല അങ്ങനെ പറയില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടമാക്കും മെൻ്റലി. പക്ഷേ ഇങ്ങനെ പറഞ്ഞാൽ എന്താ വെച്ചാൽ എനിക്ക് വിഷയമല്ല, അങ്ങനെയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതിന് അതായത് ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ ഡൗൺ ആവും, അല്ലെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞാൽ ഡൗൺ ആവും. കാരണം ഞാൻ സത്യമായിട്ട് കാണുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരിക്കെ മറ്റൊരാൾ പറയുന്ന ഒരു അഭിപ്രായത്തിൽ സങ്കടപ്പെടേണ്ടയോ വ്യാകുലപ്പെടേണ്ടയോ ആവശ്യമില്ല എന്നൊരു കൺസെപ്റ്റിൽ ജീവിച്ചു പോകുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഞാൻ സ്വന്തം എൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള പണം ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ എൻ്റെ വാപ്പ തരുന്ന ഭക്ഷണം കഴിച്ചു പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വേറൊരാൾ പറയുന്നൊരു അഭിപ്രായത്തിൻ്റെ പുറത്ത് ഓൽക്കും വേണ്ടിയിട്ട് കാരണം മാറാൻ ഉള്ള ആവശ്യം വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം നമ്മളെ പെരക്കാർക്ക് നമ്മൾ ഓക്കെയാണ്, നമ്മളെ കാണുന്നവർക്ക് നമ്മൾ ഓക്കെയാണ്, നമ്മളെന്താ ചെയ്യണേ നമ്മൾ ഓക്കെയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണ്. പ്രശ്നമില്ലാന്ന് കുട്ടി, പ്രശ്നേ ഇല്ലാന്ന്. എൻ്റെ മുത്ത് വരണതിനൊക്കെ ഫോണാണ്. അപ്പോൾ അസറുവിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പം എൻ്റെ മറ്റേ ഫോണോടെ വെള്ള ഫോണ്. അപ്പം ചില ആൾക്കാർ പറയും ഇത് കമൻ്റ് ഇട്ടുകൊണ്ട് ഇപ്പോൾ പിടിച്ച് സെറ്റ് ചെയ്തതാവും. പക്ഷേ ഞാൻ പറഞ്ഞുതരാം, ഇന്നലത്തെ വ്ളോഗിൽ എല്ലാവരും പറഞ്ഞിട്ടാ. കാരണം കെൻസ് എനിക്ക് അത്രയും പ്രിയപ്പെട്ട വ്യക്തിയാണ്. നീച്ചിക്കണോ അറിയില്ല. അപ്പം ഞാൻ കുറേ ആയിട്ട് റെസ്പെക്റ്റ് ചെയ്യണ മനുഷ്യനാണ് കെൻസിട്ട. എൻ്റെ അനിയന്മാരെ പ്രായമാണ്. ഞാൻ ഈ ഒരു പരിപാടിക്ക് പോകുമ്പോൾ എൻ്റെ ഇപ്പുറത്തിരുത്തി കൊണ്ടുപോകണ ഒരു ചങ്ങായിയാണ്. അപ്പം എനിക്ക് എത്രയോ ആയിട്ട് കെൻസാണ് എൻ്റെ റീൽസ് കാര്യങ്ങൾ ഫുള്ള് സാധനങ്ങൾ എടുത്തു തരാറുണ്ട്. അപ്പം എന്ത് പരിപാടി എന്തുണ്ടെങ്കിലും ഓനൊരു കൺസെപ്റ്റ് പറയും, അതിനനുസരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണം. പിന്നെ കെൻസിൻ്റെ വീഡിയോ പറഞ്ഞാൽ നമ്മൾ അഭിനയിക്കേണ്ട ആവശ്യമില്ല, നമ്മളെന്താ കാട്ടണം അതോ എടുത്തെടുത്തിങ്ങനെ നോക്കാം. അപ്പം ലൈവാണ്, അതായത് നമ്മളെന്താ ചെയ്യണത് അതോ എടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ ടൈംസും ലൈവ് കിട്ടാൻ വേണ്ടി കെൻസ് എപ്പോഴും എന്താവും ക്യാമറയിലാവും 0.5 പിടിച്ചിട്ട് ഇങ്ങനെയാവും കെൻസ് ഉണ്ടാവുക. ഓനൊരിക്കലും ഒരു സന്ദർഭത്തിൽ ഒരു നോമ്പ് തുറവിൻ്റെ അവിടെ ഓന് റീലെടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഓൺ ടേബിൾ ആദ്യം പോയി ഇരിക്കലുണ്ടാവുക. ഓൻ ഫുള്ള് കഴിഞ്ഞിട്ടാണ് ഓരോരുത്തർക്ക് ഓരോരുത്തരുടേതായിട്ടുള്ള ജോലികളിൽ. ഇപ്പം ഞാൻ കെൻസിനല്ലേ ഓനങ്ങനെ വരും. ഇപ്പം ഓരോരുത്തർക്ക് ഓരോ ജോലികളുണ്ട്. ഇപ്പം ഞാൻ ഒരു പാട്ട് പരിപാടിക്ക് പോയി, ഞാനവിടെ കയറി പാടണം. അപ്പോൾ അവിടെ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പം ഞാനൊരു കല്യാണ വീട്ടിലൊരു പാട്ട്, ഞാൻ കല്യാണ വീട്ടിൽ ഇതുവരെ പരിപാടിക്ക് പോയിട്ടില്ല. അപ്പോൾ കല്യാണ വീട്ടിൽ പോകണ്ട, ഞാനിപ്പോൾ ഒരു അവാർഡ് സംഗമത്തിന് പോവാണ്. അപ്പോൾ അവിടെ ഞാൻ പാടണം, ഞാൻ പാട്ടുകാരനാണ്. ഞാൻ അവിടെ പേയ്മെൻറ്റ് വാങ്ങിയിട്ട് ഞാനവിടെ പാട്ട് പാടാൻ വേണ്ടി പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിക്കുകയാണ്.
അപ്പം ഒരാൾ വ്ളോഗ് എടുത്തു. അപ്പം നിങ്ങൾ പറയാം എന്താല്ലേ ആ ഹനാനി അവിടെ അത് പാടുന്നു, ഓനും നിങ്ങൾക്ക് ആ ഭക്ഷണം കൊടുത്തൂടെ, ഓൻ ആ ഭക്ഷണം കഴിപ്പിക്കണ്ടേ. അതെന്താ? അവനൻ്റെ പണിയാണ് അവനാണ് എടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കൃത്യമായും വ്യക്തമായും നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ എടുക്കുന്നത് നമ്മളെ ജോബാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഞാൻ പറഞ്ഞേ, ഇവിടെ ആരും ജോബ് ചെയ്യല്ല, നമ്മളെല്ലാവരും എൻജോയ് ചെയ്യണം. എല്ലാവരും അവനാൻ എടുക്കുന്ന പണിയിൽ അവനാനൊരു എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജിമ്മി എടുക്കുന്ന പണിയോ എൻജോയ് ചെയ്യുന്നുണ്ട്. അത്രയും കാലം വ്ളോഗിൻ്റെ കമ്പ് ഞാൻ അങ്ങനെ കൊടുക്കുമ്പോൾ ജിമ്മി അത് പിടിച്ചാന്ന് പറയുമ്പോൾ അത്രയും കാലം ഞാൻ പിടിച്ചില്ല എന്ന് പറഞ്ഞില്ല. കാരണം ഓന് അത്രയും നല്ല ഫ്രെയിംസിൽ എല്ലാവർക്കും അറിയാം. ഈ കൂട്ടത്തിൽ ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും സൂപ്പറായിട്ട് വ്ളോഗിൻ്റെ ഫ്രെയിം വെക്കുന്ന ആളാരാന്നുള്ളത്. എന്തേ എത്ര തീർച്ചയാണ് എല്ലാവർക്കും അറിയണ കാര്യമാണ്. പകൽ പോലെ വെളിച്ചുള്ള കാര്യമാണ്. ജിമ്മിങ്ങനെ അടിയൊരു ബസർ പൂ കിട്ടിയ പറഞ്ഞു എന്താ വെച്ചാല് കൊടുക്കാനായോ പറയല്ലോ ഫുഡ് കഴിക്കാൻ. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഓരോരുത്തരായിട്ടുള്ള ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ലൈക്ക് നമ്മൾ ആ ജോലിയിൽ മുഴുകിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ ജോലി ചെയ്യുന്ന ആൾക്കോ അതിൽ അഭിനയിക്കുന്ന ആൾക്കാർക്കോ പ്രശ്നം ഒന്നുമില്ലെങ്കിൽ കാണുന്നവർ നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കാരണം വി ആർ ഡൂയിങ് അവർ ജോബ്. ഇപ്പം മെസ്സിനെ ഒരു ഫുട്ബോൾ കളിക്ക് വിളിച്ചു. അപ്പോൾ കുറച്ച് പ്ലെയേഴ്സ് പരിക്ക് പറ്റി കയറിയിരിക്കുക. അപ്പോൾ കയറിയിരിക്കുന്നവർക്ക് കളിക്കണ്ടല്ലോ, ഫുട്ബോൾ കളിക്കണ്ടല്ലോ. അപ്പോൾ കയറിയിരിക്കുന്നവർ പറയാം എന്തിനാ മെസ്സി കളിച്ചണത്, മെസ്സിക്കും കയറി ഇരുന്നൂടെ, എങ്ങനെ കളിച്ചണോ, മെസ്സി കളിച്ചണ്ടേ, മെസ്സിന് എന്തിനാ കൊടുന്നത്, പൈസയും കൊടുത്ത് എന്തിനാ കളിച്ചാനേ. അപ്പം മെസ്സി എന്ത് ചെയ്യണം, കളിച്ചണം. അപ്പം ഇങ്ങള് ഇപ്പം എന്നോട് ഇങ്ങനെ പറയലുണ്ടല്ലോ, അച്ചുവിനെ കൊണ്ടുവരണം വ്ളോഗിൽ, ബാസിലിനെ കൊണ്ടുവരണം, ലിയനെ കൊണ്ടുവരണം, ഇഫ്രനെ കൊണ്ടുവരണം, നജിമിനെ കൊണ്ടുവരണം. ഇതൊന്നും നിങ്ങൾ പറഞ്ഞ് തന്നിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം അൽഹംദുലില്ലാ എൻ്റെ ബുദ്ധിക്ക് ശൂന്യത വരുന്ന അത്രത്തോളം കാലം എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എനിക്കറിയാം, എനിക്ക് അൽഹംദുലില്ലാ എങ്ങനെ എല്ലാവരെയും കൺസിഡർ ചെയ്യണമെന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നല്ലോണം പഠിച്ചിരിക്കണേ. എൻ്റെ വാപ്പി മീന്നെ വീട്ടിൽ പറയില്ല, ഇപ്പം ചിക്കൻ അടിച്ചിട്ട് ചന്തിൻ്റെ തോല് പൊളിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പം ഇജ്ജ് നല്ലോണം കഴിച്ചില്ല, എനിക്ക് അടി തന്നെ കിട്ടിയിട്ടില്ല. പക്ഷേ ഉണ്ടല്ലോ, പക്ഷേ ഇജ്ജ് കറക്റ്റാണ് വളർന്നു വരുന്നത്. അത് എനിക്ക് എന്നോട് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. അടി കിട്ടിയിട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് കാരണം ഓൾറെഡി അടി കിട്ടി പഠിച്ച ആൾക്കാർ എങ്ങനെ ഒരു സ്ഥലത്ത് പോയാൽ നിൽക്കണം, എങ്ങനെ ഒരാളോട് പെരുമാറണം എന്ന് പഠിച്ച കുറച്ച് ആൾക്കാരുണ്ടാകുമ്പോൾ ഇജ്ജ് ഞങ്ങളെ കണ്ടു പഠിക്കും. വിത്ത് ഗുണം 10 ഗുണം. അപ്പം അതന്നെ ആണ് തോന്നുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ അറിയാം, എനിക്കൊക്കെ കിട്ടി, ഒരൊക്കെ തന്ന് മാഷാ എനിക്കൊക്കെ കിട്ടി. ഇന്നലെ ഇന്നത്തെ വ്ളോഗിൻ്റെ ഇന്ന് 2 മണിക്കൊരു വ്ളോഗ് വരാണ്ട് കേട്ടോ. ആ വ്ളോഗ് കഴിഞ്ഞിട്ടുള്ള വ്ളോഗിലാണ് പോലെ കാണാം. 2 മൂലരുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ തന്ന് ദർശനം ഒന്നുമല്ല, എല്ലാ വ്ളോഗും കാണലുണ്ട്, എല്ലാം കേൾക്കലുണ്ട്, അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, സ്ട്രെസ് റിലീഫാണ്, ഉഷാറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓല് ഫുള്ള് നമ്മളിപ്പം നോമ്പൊക്കെ തുറന്ന് ഓല് പോയി. അപ്പോൾ ഓല് നോമ്പ് തുറന്ന് നമ്മളിപ്പോൾ നോമ്പ് തുറന്ന വ്ളോഗ് നാളെ അല്ലെങ്കിൽ ഗിഫ്റ്റ് തരണമുണ്ട്. അതിലെല്ലാ സംഭവം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം എനിക്ക് പറയാനുള്ളത് ഇതാ, എന്താ കെൻസിന് ഞാൻ ഇന്നലെ കെൻസിനെ ശ്രദ്ധിച്ചില്ല. ആ വ്ളോഗിൻ്റെ ഇടയിൽ ഒരുപാട് പേര് പറഞ്ഞു. ഞാൻ എസ്പെഷ്യലി ഒരാളെ ശ്രദ്ധിക്കലുമില്ല, എസ്പെഷ്യലി ഒരാളെ ഇഗ്നോർ ചെയ്യലുമില്ല. നിങ്ങളങ്ങനെയൊന്നും എന്നെ കൂട്ടില്ല. ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനല്ല. എനിക്കൊരാളെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചെടുത്തിട്ട് നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ മതി. എൻ്റെ വീട്ടിൽ 4 നേരം ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിനെ എനിക്കിങ്ങനെ ഇതിൽ നടന്നു പോകുമ്പോൾ മൈൻഡ് ചെയ്യാതൊക്കെ ഞാൻ അതിലെ പോവാം, ഓനൊന്നും മൈൻഡ് ചെയ്യാതെ നിൽക്കാം. ഓഫായി പോയി കണ്ട അത് ഫോൺ ഒറ്റക്ക് പാട്ടുപാടി. അവിടെ ആരും ഇല്ലേനല്ലോ പാട്ടിടാന്. ഞാൻ പെരമാറാണ്. ഇവിടെ ആരും ഇല്ലേനി പാട്ടിടാന്.
അലാറം കൂടിയല്ല അടിച്ചത്, പാട്ടാണ് പാടിയത്. നാഗവല്ലിത്തെ പാട്ടാണ് പാടിക്കണെന്ന് ഞാൻ അവിടെ വീണി. പഴന്തമി അതാണ് പാടണല്ലേ ഷോ കഫിയെ? അതൊക്കെ പാടിയ പിന്നെ ഒന്നുമില്ല. ഇത് ഇങ്ങനെതാ അഫിയെ, ഇവിടെ എന്തിൻ്റെയോ ഘ്രാണശക്തി ഉണ്ട് കേട്ടോ. എന്തോ ശക്തി ഉണ്ട് കേട്ടോ പേരക്ക്. പണ്ട് ഇവിടെ ആരൊക്കെയോ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഞാൻ മാറ്റിയേക്കമ്മ. വെയിറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോണ്ട് ഞാൻ മാറ്റി വെച്ചോണ്ട്. ഗ്യാസും കുറ്റി എടുക്കാനുണ്ടെങ്കിൽ പറഞ്ഞോണ്ട്. അപ്പം നിങ്ങളിത് പറയണ ഡേറ്റ് എന്നാണ്? ഇന്നലത്തിൻ്റെ. അപ്പം ഓക്കെ, ബാക്കി വെച്ചളി, വെച്ചളി. ഓക്കെ. അപ്പം നിങ്ങളിത് പറയുന്ന ഡേറ്റ് 25 ആൾക്കാർ. 19 ഫെബ്രുവരിക്ക് തേഴ്സ്ഡേ 19 ഫെബ്രുവരിക്ക് ഞാൻ ഓർഡർ കൊടുത്തത് എന്തിനാ കണ്ടോളി. 1 TB 17 Pro സിൽവർ. ഇത് മർജുവിൻ്റെ അടുത്താട്ടോ ഓർഡർ കൊടുത്ത്. മർജു നമ്മളെ കിങ് ആണ് കേട്ടോ, നമ്മളെ ബോസാണ് ദുബായിത്തെ. എൻ്റെ പുതിയ DP കണ്ടിക്കണേ ഏയിലുണ്ടാക്കി. ഇതോ കുറച്ചുകൂടി കഴിഞ്ഞാൽ കവളൊക്കെ ഇതേപോലെയാവും. സെറ്റാവും നമ്മള്. ചുമയാണ് ഈ സ്റ്റേജിൽ. ഈ അസുഖം സീന. അപ്പം 19 കാണിച്ചു നിങ്ങളിത് പറയണതിന് മുമ്പ് ഇതെന്നോ പ്ലാൻ ഉണ്ട്. പക്ഷേങ്കിൽ ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. അതായത് ഞാൻ ഇപ്പോൾ കെൻസിനോട് ഇന്നലെ മിഞ്ഞാന്ന് ഞാൻ ചോദിച്ചു, ഈ വീട്ടിലേക്ക് വാറിന്. അതിൽ കെൻസ് പറഞ്ഞ് എനിക്ക് ഒരു പെൽച്ചയും കൂടി പെരയെ കൂടണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവൻ ഇന്നലത്തെ മിഞ്ഞാന്നത്തെ പെൽച്ചയ്ക്ക് ഈ ഫോൺ കിട്ടും, മനസ്സിലായോ? ഓൻ പറഞ്ഞ് പെരയെ കൂടുകയാണ് പറഞ്ഞു. അപ്പോൾ അവൻ ആയിക്കോട്ടെ, എന്താ ഈ പെരയെ കൂടിയിട്ട് പറഞ്ഞു. പെരയെ കൂടല്ലേ, അവനവൻ്റെ വീട്ടിൽ കൂടട്ടെ. അപ്പം നിങ്ങളിതൊക്കെ പറയണതിൻ്റെ ഒരാഴ്ച മുന്നേ കെൻസിന് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്ത് വെച്ച 1 TB 17 Pro സിൽവർ കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഡേറ്റ് കറക്റ്റ് കണ്ടോളി എന്നാണ് ഓർഡർ ചെയ്തത്. അപ്പം എനിക്കെല്ലാവരോടും പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ 30 സെക്കൻഡിൻ്റെ വീഡിയോ കണ്ടിട്ട് 10-25 വയസ്സുള്ള ഇനിയും എൻ്റെ എക്സ്പീരിയൻസിനെയും എൻ്റെ ബന്ധങ്ങളെയും ചോദ്യം ചെയ്യാണ്ടിരിക്കുക. പക്ഷേ ചോദ്യം ചെയ്യണമെന്നാണ് എനിക്ക് പറയുള്ളത്. അപ്പോൾ എനിക്കും എന്തെങ്കിലും റീച്ച് കിട്ടണുള്ളൂ. കാരണം ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കുത്തിത്തിരിപ്പ് കമൻറ്റിൽ ഉണ്ടാക്കുമ്പോഴാണ് മൈൻഡാക്കിയില്ല എന്ന് പറയുമ്പോൾ എന്താവും, ഒരാളത് കാണുമ്പോൾ അടുത്ത ആൾ കമൻറ്റ് ചെയ്യും. അങ്ങനെ ഒരു 5 ആൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കും എന്തെങ്കിലും കാര്യം അടിയില തന്നെ ഇതേപോലെ. അപ്പം ഈ കെൻസിനുള്ള സാധനമാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് നിങ്ങളിതൊക്കെ പറയണതിൻ്റെ ഒരാഴ്ച മുമ്പ് ഞാൻ വാങ്ങിച്ചത് പുത്തം പുതിയ 17 Pro ആണ്. അടിപൊളി, മാക്സിനെക്കാളും പിടിക്കാൻ കിഡിലൻ ഫോണാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ടാ സ്റ്റോർ 11 കാലിക്കറ്റ്. അമ്മ വരുന്നേ, സ്റ്റോർ 11 എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ് ഞാൻ ഈ ഫോൺ വാങ്ങിയിട്ടാ. അപ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിലും ഏറ്റവും ബെസ്റ്റ് ടൈമിലും എനിക്ക് ഫോൺ തന്നത് സ്റ്റോർ 11 ആയിരുന്നു. നമുക്ക് അറിയുന്ന ആൾക്കാരനെ, നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഓണേഴ്സ് ഉള്ള ഷോപ്പാണ്. അവർക്ക് കോഴിക്കോടും കൽപ്പറ്റയും കൊയിലാണ്ടിയും തലശ്ശേരിയും എല്ലാ ഭാഗത്തും ഫോണും പരിപാടികളും ഉണ്ട് കേട്ടോ, സ്റ്റോറുകളുണ്ട്. ഇനി ഒരു വേറെയും സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. എന്ത് 4 വിളിക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു കെൻസ് ഫോർ ടേക്കിംഗ് ഓൾ മൈ വീഡിയോസ്. അത്രയും റിസ്ക് എടുത്ത് അത്രയും ഇതെടുത്ത് എൻ്റെ എല്ലാം ചെയ്തത്. അപ്പോൾ അതിന് എൻ്റെ വക ഒരു സ്നേഹ സമ്മാനമാണ് ഈ കൊടുക്കാൻ പോണത്. അപ്പോൾ എന്തായാലും കെൻസിന് ഫോണ് 17 Pro ഇതാ ഓൻ്റെ കിളി പോകുന്നു മിക്കവാറും. പുതിയ ഫോണ് അത്രയും ഒപ്പം നിൽക്കണേ ഇക്കൊല്ലം. ഇല്ല, ഇത് വലുതാ, ഇത് ചെറുതും സൈസ് കൊണ്ട് കേട്ടോ. മറ്റൊക്കെ ഒന്ന് തന്നെ. ഇത് 1000 GB അല്ലേ 1 TB 1000 GB അല്ലേ? 900 സംതിങ് 997 സംതിങ് എല്ലാം ഒന്ന് തന്നെ. എൻ്റെത് തന്നെയാണ്.
അല്ല 1.02 വരിക. ആ 1.02 മോട്ടർമാ വാ. അപ്പോൾ ഓരോരുത്തരെ നമുക്ക് ക്ഷണിക്കാം കേട്ടോ. ഇത് കൊടുക്കാൻ റീലെടുക്കപ്പോൾ എങ്ങനെയാ? ഇല്ല നമുക്ക് പറയാം. പടന്നോട്ടെ വാ. നമുക്ക് ഇനി എന്നോട് ആരുടെയും പറയാം വാ. ഫുഡ് റെഡി അമ്മ. സബ്സ്ക്രൈബ്. Brother, I can shoot vlog? Yeah. Hey, you just have to sit. അപ്പോൾ ദാ നമ്മൾ അറബി കൂട്ടുകാർ പണ്ടത്തെ പോലെയുള്ള വീട് യമനിൽ നിന്നും സൗദിയിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും ഒമാനിൽ നിന്നും കൂട്ടുകാരുള്ള ഹനാൻസിയാണ് ഞാൻ. പണ്ടത്തെ ലോക്കൽ കൂട്ടുകെട്ടുമായി നടക്കുന്ന ഹനാൻസിയല്ല, ഇന്റർനാഷണൽ ഫ്രണ്ട്സ് ആണ് ഇപ്പോൾ എനിക്കുള്ളത്. വൻ പോരാട്ടം ഉണ്ടോ ബാഴ്സലോണയും റയലും. Hassan, how are you? Wallahi fine, alhamdulillah. After a long time, how are you? All good. All good. How fine. you feel coming back after almost 1 year? Almost 2 years, brother. We've been 2 years not coming to here, inshallah. Alhamdulillah. This time we came back. We are happy again to see you again. 2 years. 2 years? No. Last year, no. After? Almost 1.5 year. I will come to sit with you down. Let's I speak. know. Wake up. So how do did you miss me? I miss this place a lot, brother. I miss your team also. I miss you too much. I took good care of Alavi. Alhamdulillah. Thank you. Alavi is brother. so happy to be with me. Are you happy? I love you. Say no. Alavi, how's my home? How do you rate my home in 10? I told you already. عادي بولي والله العظيم. والله العظيم. You like it? Really, I love like when you're all together like this, you know. It's a really good fun. It's nice feeling. Yeah. Time for Sahari. This is happening. Really? Ah. Yalla come. Where's mommy? Mom is down. She's down. Come. Brother, we'll take food here. No, we will take him down. Okay. Na cut ചെയ്തോളാം. ഓല് പോണേ. We will. അജുവതൊക്കെ അജുവിൻ്റെ അടുത്ത് പോയൊക്കെ മൂന്തമേ എൻ്റെ കൊസപ്പം. എല്ലാം കട്ടാട്ടോ. താരാ കെൻസോ കളിച്ചണ്ട. How are you? Fine. How's everything, my friend? Good. Are you happy? Yes. Are you happy today? Yes. Are you happy yesterday? Yes. Are you happy tomorrow? Tomorrow. Inshallah. 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 MashaAllah. Alhamdulillah. Allah. Inshallah. MashaAllah. Alhamdulillah. Allahu Akbar. فين جاي انت؟ كيف انت؟ كنز ناس سعودي عربية ولا يجي؟ فين تتكلم؟ رايح اليوم؟ فين انت دحين؟ سبحان الله. امين.
I'm gonna smoke the ganja, jirai oh, janja 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 oh, janja janja. Come on, Alavi, come. I don't think they'll wake up. They just had food now. Kenz, മുട്ടുത്തി പോണോ അവിടെ? ആ ടീഷർട്ട് ഇട്ടതാ? ഓക്കെ. അറബി വന്നത് ഈപ്പിച്ചില്ല കേട്ടോ. السلام عليكم أجود ഉമ്മി يلا كم നീയാലേ ഉറക്കം മൂടില്ല. കെൻസ് വരും ഇപ്പോൾ സാധനം കൊടുക്കണ്ടേ. അപ്പം വീഡിയോ ഒരു റീല് ജസ്റ്റ് ഇങ്ങനെ പ്ലെയിൻ എടുത്ത് നോർമൽ എടുത്താൽ മതി. ഇങ്ങനെ കൊടുക്കണം, കൊണ്ടുപോയി ബാക്കിൽ ഫോൺ വെച്ചിരുന്നാൽ തോന്നണ്ട, മനസ്സിലാവണ്ട. ഇപ്പം എടുത്തു സൽമാൻ ഇതിനുണ്ടാവും. Bring speaker and put songs. We'll go enjoy. But they just had food Tomorrow tomorrow. in the evening. Bring speaker fully sound. You will be here? I will be here. I will. Okay. ഉറങ്ങുക എന്താ പണി? കട്ടായി ഉറങ്ങുക. അഫീബ ഗ്യാപ്പ് ഇട്ടിപ്പോൾ കമ്പ്യൂട്ടറിൽ ഗെയിം പാസ്സാക്കിയില്ലേ? ഇവിടെ വന്നാ അങ്ങനെ ഉണ്ടല്ലോ. എന്താ വർത്താനം? എവിടെയായിരുന്നു നിങ്ങൾ ഇത്രയും ദിവസം? ഇങ്ങോട്ടോ, എവിടെയാണ് ഇത്രയും ദിവസം? മോൻ കേൾക്കാൻ പറ്റില്ല. ഞാൻ തന്നെ മിഞ്ഞാതെ എന്തിനു വീട്ടിൽ പോയി? വീട്ടിൽ കൂട്ടാൻ വിചാരിച്ചു. അപ്പോൾ നമ്മളെന്തെങ്കിലും കുറവുകൾ ചെയ്തിട്ടാണോ? അല്ലല്ല, ഒന്ന് ഉമ്മൻ്റെ അടുത്ത് കൂട്ടാൻ വിചാരിച്ചു. നമ്മളെന്തെങ്കിലും ചെയ്തിട്ടാ? ഇനിയിപ്പോൾ അടുപ്പിച്ച് അജുദേ ബാറ്റ്മാൻ വന്നുട്ടോ. അജുദിൻ്റെ പാൻറ് 100 റുപ്യക്ക് ഉണ്ട് കേട്ടോ. അജു മൂത്രയ്ക്കാൻ പോകുമ്പോൾ അത് 2 സൈഡ് കൈ നിൽക്കുമോ? അപ്പം ചിറകി വിടർത്തിയ പോലെ നിൽക്കും. അജുവതിൻ്റെ ഓരോ സെറ്റപ്പ്. അജുദേ come brother, have something. Ramadan have sahri. let's have sahri. Come then. സുപ്രഭാതം. അലവിക്കുട്ടി, യു ആർ നോട്ട് അലവി. ഇവൻ അലവിക്കുട്ടിയാണ്. He's not Alavi, he's Alavikutti, he's from Kerala. He knows all the words. Malabari. First day Alavi was miskin. Now Alavi is most comfortable with my mother. ഞാൻ എനിക്ക് പോവും, എനിക്ക് തിലാറല്ല ഇത്ര ആളെ നോക്കണ്ട. മൂന്നാളായി പഴയ ആള്. Brother, you okay with the food? You like it? Okay. Sit. Alavi, you also sit. Alavi, sit here. Alavi, sit here. Right here. Hassan, here. Leave علي leave. Hassan Haas. Hassan. His name is also Siddiq Hassan. This is Ottek Hassan. Hassan only. Only Hassan. Only Hassan. Double. Only Hassan. Double Hassan. ഇവരൊക്കെ പേര് നമ്മളെ സ്കൂളിലെ പട്ടികയിലെ ടീച്ചർമാര് കുഴങ്ങി കാണും. Hassan, what's your full name? حسن محسن عبد الله محسن بن حامد بن احمد المحضار. ഈ വെൽപ്പാന്ന് പറഞ്ഞു.
ഇപ്പൊ ഇന്നലെ ഞാൻ ജിമ്മ പോയപ്പോ വീട്ടിലെ കുടിച്ചോ? ഹസൻ മൂസിൻ പിന്നെയും മൂസിൻ حسن محسن بن عبد الله بن محسن بن حامد بن احمد المحضار. ഹസൻ മൂസിൻ അബ്ദുള്ള മൂസിൻ പിന്നെയും മൂസിൻ പിന്നെയും അബ്ദുള്ള മൂസിൻ. Such a big name. This is Kenz. ഇരിക്ക്. വീട് അറബി വീടായി, സൗദിയിലെത്തിയ പോലെ ആയില്ലേ? Brother, you sit here. You sit here. Here. So I can put the video here. Yeah. His full name. Ali, tell his full name. محمد محضار علي حسين محمد احمد محمد المحضار. You want my three? ഓട്ടോറിക്ഷ എടുത്ത് പിന്നാലെ കൂടണം. ഓട്ടോറിക്ഷ എന്നാലേ ആ പേര് കിട്ടുള്ളൂ. നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേര് എനിക്ക് യൂട്യൂബ് ചാനലിൽ സാക്ഷ്യം കിട്ടാതെ പേര് ഞാനൊക്കെ ഒരു കൂട്ടില്ല ഞാൻ കുട്ടികളെ പേരെ ഞാൻ ഫാമിലി ട്രീ. ഫാമിലി ട്രീ. ولا المهداوي. റബ്ബുൽ ആലമീൻ. محمد صلى الله عليه وسلم. കാര്യം മാഷാഅല്ലാഹ് ബ്രദർ. Proof is there also. Is from we have in Indonesia, we have in Hyderabad, we have in Malaysia. Cousin. Everywhere. Allah. I'm hosting big guys today. I'm happy. I love hosting Hassan because Hassan, last time when Hassan came, we still remember how tasty was that maqluba is. We still have the taste of Hassan's maqluba in our tongue. علوي كان كوك ها you're not happy with علوي. You had علوي كان كوك you're not happy. ചെമ്പട്ടി മക്കളുണ്ടാ. Halavi, you can cook? I eat ummi food only. ഇമ്മച്ചിന്റെ വീട് മാത്രമേ കഴിക്കലുള്ളൂ. حسين رضي الله عنه. Last حسين رضي الله عنه. فاطمة علي محمد صلى الله عليه وسلم. Allah, family trio. ഇമ്മേ സത്യം എത്ര ഇപ്പമാരെ പേരാ മേലെ വരുന്നത്. അജൂതല്ലേ അത് ഉറക്കത്തിന് വെച്ചാണ്ട് വാപ്പാന്റെ ചായ ചോറ് കഞ്ഞി മുതലാക്കില്ലേ? പക്ഷെ സ്നേഹമുള്ള അജൂതനാട്ടോ വളമ്പി കൊടുക്കും. أجود hospitality شوف ما شاء الله. മാഷാഅല്ലാഹ്. ഇവിടുത്തെ ഒരു പന്റെ പേര് ഇനി രണ്ടാമത്തെ പന്റെ പേര് മൂന്നാമത്തെ പേര് കണ്ടൊന്ന് വിളിച്ചേക്കാണ്. ഹനാൻസൽ സിദ്ദീഖ് ഹസനുൽ ബീരാൻകുട്ടിയുൽ അത്തുണ്യുൽ പിന്നെ എവിടെ വരെ പോവും? ഇപ്പച്ചിക്ക് അറിയില്ലേ? എനിക്ക് 3 വല്യപ്പന്മാരെ അറിയില്ല. ഇപ്പച്ചിക്ക് ഇപ്പച്ചിന്റെ മേലുള്ള 3 ആളെ പറയും. അത്തുണ്ണി വരെ എപ്പിയും പോവുള്ളൂ. അതുവരെ എനിക്കൊരുള്ളൂ ബ്രോ. അങ്ങനെ വല്യപ്പന്മാരെ പുള്ളി ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ PSC പണ്ടത്തെ PSC റാങ്ക് ഹോൾഡർ മഹാരാജാസ് കോളേജില്. മഹാരാജാസ് കോളേജിലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ് ഇരിക്കണം കേട്ടോ, ചില്ലറക്കാരനല്ല. He's talking about his grandfather after saying family tree. Very long name. He only know 3 grandfathers. Bas only Only 3. Now here name is in Malayali. Angu, Tingu, Mingu, Chiku, Puku, Iku. Nowadays, like the name of the fruits. Chiku. Chico. Dira nedave. Hassan, you remember Basil? Yeah, I remember Basil. He's coming. He's coming. He's from first.
Every brother. Inshallah, tabarakallah. How are you doing? From first നോൽമ്പ് മുതൽ Basil is here. Mashallah, I'm so happy. Basil is with me for the last 7 days. 7 days, mashallah. 7 days, mashallah. Sahur, iftar. Everything. For suhoor, Basil is here. For iftar, Basil is here. Continuous. Where are you sleeping? But Basil now going to High Kodadi. Why? വലിയ ബന്ധങ്ങളിലേക്ക് പോകും. Because one ഞാൻ സുപ്രീം കോടതി സുപ്രീം കോടതി വരെ ഒന്ന് പോകണം. ഞാൻ ആ പോസ്റ്റ് മാറി കൊടുത്തില്ലേനു. അപ്പൊ ആ ടീച്ചർക്ക് ഇനിയിപ്പോ അതില് അപ്രൂവൽ കിട്ടണമെങ്കിൽ ഞാൻ അവിടെ ജഡ്ജിനോട് പോയി ഇങ്ങോട്ട് പറയണം. അല്ല അപ്പൊ ചെന്ന് കോടതിത്തെ ഇതിൽ കയറോ? കോടതിത്തെ ഇതിൽ കയറോ? അതില് കയറും അറിയില്ല, ചിലപ്പോ കയറേണ്ടി വരും. ഷോർട്സ് എടുത്തോണ്ടിട്ടോ അതിലൊന്നും നമ്മളാരും കയറിയില്ല. ഒരു ക്യാമറ കൊടുക്കാറുണ്ട് കാറുമ്പിലാരെങ്കിലൊക്കെ കയറുപോയി നമുക്ക് ബ്ലോഗ് തന്നെ കിട്ടും. ബാസിലെ എല്ലായിടത്തും നമ്മൾ ഫ്രെയിം വെച്ചു. സൗദി അറേബ്യ മൊത്തം നമ്മൾ അത്തായ ടേബിളിലെത്തി. ആ മൂപ്പരുണ്ട്, ഇവനുണ്ട്, ട്രീറ്റ്മെന്റ് എന്തൊക്കെയാ പറഞ്ഞു. വെരി ക്ലോസ് ഫ്രണ്ട്. വി ആർ നോട്ട് ടു വൺ. രാജ സൊല്ലത് മട്ടും തരുമല്ല. പോയി ഞങ്ങൾ രണ്ടല്ല, ഒന്നാ. ആ ഒന്ന്. വി ആർ നോട്ട് ടു, വി ആർ വൺ. വി ആർ വൺ, ഓൺലി വൺ. One and only. Not literally. Not literally. But we are one. Imaginary. We will think about it. You will think about it. Hassan, enjoy food. Enjoy food. Ali, you also eat food. Alavi. ഇതൊരു സൗദി അറേബ്യൻ നോമ്പ് കാലായി പോയി. എന്ത് ചെയ്യാൻ, നമ്മൾ ഇക്കൊല്ലം ഇന്റർനാഷണൽ പിടിച്ചു പോയി. അത്തായത്തിന് ഇന്റർനാഷണലി ഏതെങ്കിലും രാജ്യത്തിലുള്ള സുഹൃത്തുക്കളില്ലാതെ എനിക്ക് അത്തായം നടക്കുന്നില്ല. ഫിഫ മഞ്ചേരിന്റെ കുറച്ച് സുഡു I mean, you are maybe brother, I don't understand. So maybe you are prank. Hassan will stay for 2 days, right? Inshallah. Inshallah. Fine. Inshallah. Take the proof. Allah knows. Only Allah knows. But we will come, you know. Just we came again, we will come again, inshallah. Inshallah. പിന്നെ അൽഫാം കഴിഞ്ഞോ? മഞ്ചേരിന്റെ കുറച്ച് സുഡുകളും കൂടി ആക്കിയാല് ചിന്തിക്കണ്ടായിനെ കുറച്ച് സുഡുകളെ കൂടെ ഒരു തുറവിയും. ഇപ്പൊ ഏതായാലും കളികളൊന്നുമില്ല. അടുത്ത പ്രാവശ്യം രാത്രി ഉണ്ടാവും. ബ്രോ തിന്നോട് നീച്ചോന്നല്ലോ പറയാനാ. വൻ സുഡാനാണേ. സുഡാനോട് മാമ്പറ്റങ്ങാടിയിലോ രാത്രി പോയി ചാക്കിലിടാം. ബ്രോ മാമ്പറ്റ ലിഫ്റ്റ് ചോദിച്ചു. കം എക്സ്ട്രാ സാലറി, ബിഗ് പേയ്മെന്റ്. ലിഫ്റ്റ് സുഡാനിയോ? മാമ്പറ്റ ലിഫ്റ്റ് സുഡാനിനെ അതോ ടീം എടുത്തിട്ട് കളി തോറ്റപ്പോ അങ്ങാടിയിൽ ഇറക്കി പോയി കാണും. വൈകുന്നേരം 5 മണികൾക്കൊക്കെ ബെല്ല കൊണ്ടുവരണ്ടേ. എന്നുവെച്ചാലേ ബലി വൈകുന്നേരം കാലേ നിങ്ങൾ സോഡയും കുടിച്ച് സൗസാറൊക്കെ ഇട്ടാണ്ട് പച്ചക്കറി വാങ്ങി ഇങ്ങനെ പോകും ഫുഡ് ഉണ്ടാക്കാൻ. സുഡാനികളെ പൂക്കടമാണ് സ്ഥിരമാണ്. മനസ്സിലായി. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം. മലയാളം പഠിച്ചിരുന്നു കുറച്ചൊക്കെ. ഞാൻ പോട്ടെ. We are coming to eat. ഫുഡ് ആയിക്കോട്ടെ. നോക്കണ്ടേ കഴിക്കാം. നമ്മളെല്ലാവരും ഇരിക്കണ ഒരു വീഡിയോ എടുക്കട്ടാ. ഫുള്ള് ഞാനൊരു സർപ്രൈസ് കോളി തന്നെ. ഷോർട്സ് ആണോ? ഷോർട്സ് ഇല്ല, കൊടുത്തിട്ടില്ല. ഞാനൊരു സർപ്രൈസ് കൊടുക്കാൻ പോണ കോലാണല്ലോ അത്. മറ്റേ ഭീമരഘുവിന്റെ പോലെ. സർപ്രൈസുകൾ ഏതും ആവട്ടെ, കോലം പഴയത് തന്നെ മാത്രം. അത്രേ ഉള്ളൂ. ആ ഉള്ളതില് ഇപ്പൊ ഒരു വൃത്തിയില്ല. ഒരു സർപ്രൈസ് കൊടുക്കാൻ പോലെ പോണ പോലെ ഉണ്ടാവും. ഇഞ്ച പെണ്ണുങ്ങളൊക്കെ കുടുങ്ങും കേട്ടോ. ഒരു വൈക്ക് നല്ലൊരു ഡ്രസ് ഇട്ടാണ്ട് ഒരു പരിപാടിക്ക് പോകാനൊന്നും ഇപ്പൊ പറ്റൂല. കാണാതെ കൊടുക്കേ. അത് പെട്ടിയാൻ എന്തായാലും മനസ്സിലാവും. ബോക്സ് പിടിക്കുമ്പോ
അല്ലെങ്കിൽ വേറെ ഐഡിയ ഉണ്ട്. ബൂം ഇതിലങ്ങോട്ട് ചുരുട്ട്. ബൂം ജെൻസ് വിയർ. അത് ചാടരുത് ട്ടോ. അല്ല ഞാൻ പറഞ്ഞേ ഒരു കവർ ഇതിനുള്ളിലിട്ട് കൊടുക്ക്. 1000 പിടിച്ചോ, ചാടില്ലല്ലോ. അപ്പോൾ അവൻ എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങനെ എടുക്കുമ്പോൾ. എനിക്കൊരു ടൗസറാണ് കൊടുത്താ വള്ളത്തിൽ ചാടുമ്പോൾ കൊടുക്കുക. വളർത്ത് വീട് അതിനുള്ള വീട് ഇപ്പൊ ഇന്നിട്ട് ആരെങ്കിലും കൂടി കുടഞ്ഞിട്ട് ഫോൺ നല്ല ചാടി പൊട്ടിയിട്ട് ഡിസ്പ്ലേ പോയിട്ട് അങ്ങനെ ആവോ? മെല്ലെ തുറക്കിട്ട് പറയാം. നമുക്ക് നല്ല സമയമല്ല. പിടിച്ചും ഒരു ഐഡിയ കിട്ടും. അതിനുള്ളിൽ എന്തോ ഉണ്ട്. ബൂം ജെൻസ് വെയർ പരപ്പനങ്ങാടി നൽകുന്ന ഒരു കിടിലൻ ടൗസ് വെയർ ബൂം ബാങ്. ട്രെയിൻ കയറാൻ പറ്റുമോ? പറ്റട്ടോ. ഈ പറ്റണ അങ്ങനെ വാ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നലെ നമുക്കറിയാവുന്ന പോലെ ഒരുപാട് പേർ വെള്ളത്തിൽ മുങ്ങി നീന്തിയിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ആദ്യം പൊളിഞ്ഞാടിയ നിഹാൽക്ക നമ്മുടെ തൊട്ടപ്പുറം തന്നെ നമുക്ക് കാണാൻ പറ്റും വെള്ളത്തിൽ. അതാ എൻ്റെ ഷൂ ഉണക്കെടുക്കണേ അവിടെ. അപ്പൊ വെള്ളത്തിൽ ചാടിയ ആൾക്കാർക്ക് ബൂം പരപ്പനങ്ങാടി നൽകുന്ന ഒരു 2 ടൗസർ സമ്മാനമായി നൽകുന്നു. രണ്ടാമത് വെള്ളത്തിൽ ചാടിയ കെൻസിന് ഒരു 2 ടൗസർ. എന്റെ കാറിൽ ആരുടെ ട്രൗസർ ഉണ്ടല്ലോ ഇന്നലെ മറ്റേ LSSന്റെ ചോദ്യ പേപ്പർ ടൗസർ ഉണ്ട് കേട്ടോ വെള്ളത്തിൽ. അനക്ക് ഇന്നലെ വെള്ളത്തിൽ വീണില്ലേ? ആ ചോദ്യത്തിനുള്ള ടൗസർ ഉണ്ട് കേട്ടോ വെള്ളത്തിൽ. ആരാണ് വെള്ളത്തേക്ക് തള്ളിട്ടെന്ന് എല്ലാരും ഡൗട്ട് ചെയ്യും. വീഡിയോ എടുത്തിട്ട് ജിമ്മി വന്നിട്ട് ബാക്കൊന്ന് കൊടുത്തൊരു ഇങ്ങോട്ട് ക്യാമറക്ക് എന്താ 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 അറിയില്ല. ആരാ എന്താ ആരാ അല്ലാതെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? ഏതാ ഫോണ്? പൗതി ഉറക്കത്തിലാട്ടോ. ഇങ്ങനെ സ്വപ്നമാണോ അതോ അത്തായമോ? ألف ألف مبروك إن شاء الله هذا تكسره لك بالعافية يعني يو البروكت بالعافية for yourself. ألف ألف مبروك منا العيال ومنك المال إن شاء الله. ما شاء الله مبروك جزاك الله. നല്ല കളറാണ് സിൽവർ. അതിന്റെ കളർ തന്നെ എടുത്തോടുത്ത്. എനിക്ക് ഓറഞ്ച് അതിനോ സിൽവർ അതിനോ ബ്ലൂ അതിനോ ഇഷ്ടം? എന്നാലും സിൽവറിന് ഇഷ്ടം. കറക്റ്റ്. നമ്മള് വലിക്കില്ലല്ലോ. സുഹൃത്തുക്കളെ ഫോൺ കിട്ടി. ഹാപ്പി എന്ത് തോന്നുന്നു? ഇങ്ങോട്ടോ ഇവിടുന്ന് കേട്ടാ കൊല്ലായിട്ട് എങ്ങോട്ടൊക്കെ ഫീലിങ്സിനെ കുറിച്ച് സംസാരിക്കാം. പിന്നെ എല്ലാവരും സംസാരിക്കുന്നത് കൊടുക്കും. അപ്പം നമ്മളെ ഒരു കുറി ഇരുകുറി ബമ്പർ കുറി എന്നുള്ള നമ്മൾ ഈ ഒരു കുറിയില് നമ്മളെ കൂട്ടത്തിൽ ആദ്യമായിട്ട് ഈ കുറി അടിച്ചിരിക്കുന്നത് കെൻസിനാണ്. അപ്പൊ എന്താ വെച്ചാല് ഫോണ് നമ്മൾ എന്ത് ചെയ്യും എടുത്തെടുക്കും. ഇ എം ഐ എന്ത് ചെയ്യുക കറക്റ്റ് അടക്കുക. നമ്മൾ 2000 രൂപ മാത്രമാണ് പഠിച്ചിട്ടുള്ളത് മന്ത്. അങ്ങനെ വരാമായില്ലല്ലോ. അതാണ് നമ്മളെല്ലാവർക്കും നമ്മളെ കൂട്ടത്തിൽ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കും. പക്ഷെ EMI അടക്കണം. ആ അപ്പം മാസം 8 രൂപ വെച്ചിട്ട്
സ്റ്റോറി ലെവലിൽ നടക്കേണ്ടി വരും. കുഴപ്പമില്ലല്ലോ. മലയാളി പണി നിലനിന്നാ മതി. മലയാളി പറയ്, 2 വാക്ക് പറയ്. EMI നടക്കണ്ട. സുഹൃത്തുക്കളെ, വ്ളോഗിൽ സംസാരിച്ച് പരിചയമൊന്നുമില്ല. ഇതിപ്പം പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. കാരണം രാവിലെ തന്നെ എനിക്ക് പൊലിച്ചൊക്കെ വന്നിട്ട് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഗിഫ്റ്റൊക്കെ പൊലിച്ചൊക്കെ ആദ്യമായിട്ട് ഐഫോൺ കിട്ടണേ. അപ്പം പറയാൻ എല്ലാം എന്നോട് പൊലിച്ചക്ക് ഐഫോൺ എനിക്ക് പോലും കിട്ടിയില്ല. കാര്യം താങ്ക് യു സോ മച്ച്. സംസാരിക്കാനായിട്ടല്ല, ക്യാമറ സംസാരിക്കാൻ വരൂല. അങ്ങനെ വരൂല. അല്ലാത്ത അപ്പൊ എന്തായാലും കൂടുതൽ ഇനിയുള്ള എഡിറ്റുകൾ 17 Pro ആപ്പിളിന്റെ 15 കുതിരക്കരുത്ത് ശക്തിയുള്ള 17 Proയിലാവും വരുന്ന എഡിറ്റുകൾ വരാൻ പോകുന്നത്. ഹാപ്പി ഡബിൾ ഹാപ്പി. ഉഷാറാവട്ടെ. ഓനൊരു ടെൻഷൻ ഇനി മറ്റേ ഇതില് 0.5 വന്നില്ല. ഓനപ്പളേ ടെൻഷൻ. ഏത് ലാംഗ്വേജ് കേറ്റാ വേഗം കൈ തന്നു. അല്ലെ ആൾക്കാർ പറയും ഫോൺ കിട്ടിയ അഹങ്കാരത്തിൽ കെൻസ് ഹനാനെ ഇതാക്കണമെന്ന് പറഞ്ഞ് കമന്റ് വരും. അല്ല ഓന്റെ 0.5 ക്ലിയർ ഇല്ല എന്നോട് എപ്പോഴും പറയുന്നത്. ഇതിപ്പോ 0.5 ടോപ്പ് ക്ലിയർ. ഇനി 0.5 ക്ലിയർ കമ്മി ഉണ്ടാവില്ല. ഓക്കെ, 0.5 ക്ലിയർ. ഫോണൊന്ന് കാണിച്ചു കൊടുത്ത എല്ലാവർക്കും. എന്ത് തോന്നുന്നു, മുൻപ് ആരെങ്കിലും ഫോണ് സമ്മാനമായിട്ട് തന്നിക്കണോ? ഇല്ല. സ്മാർട്ട് ഫോൺ ഇല്ല. ലക്ഷങ്ങൾ വില വരുന്ന സമ്മാനങ്ങൾ മുമ്പ് എവിടുന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ലക്ഷങ്ങൾ വല്ല വരുന്നോ? ഇല്ല, നിലവിലില്ലാന്ന് തന്നെ പരിചയം. കിട്ടിയില്ല. ആകെ മറ്റേ ക്രിസ്മസ് ഫ്രണ്ടിന് കിട്ടണ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടണ മുട്ടായി പൊതി മാത്രം കിട്ടിയത്. അതും കിട്ടിയില്ല. അപ്പം ജി കാലാകാലം ഓർത്തിരിക്കും. ഉറപ്പ് ഇല്ലേ? കാരണം അപ്പം ഇങ്ങനെ ഒരു സമ്മാനം കൊടുക്കുമ്പോ എന്താ വെച്ചാല് കാലാകാലം ഓൻ ആലോചിച്ചുള്ളത് ഉണ്ടാവും. കാരണം ഇനിയിപ്പോ ഓനെ ഏതൊക്കെ വലിയ നിലയിലെത്തിയാലും ഓന് ആദ്യം തന്ന ആള് ഞാനാവും. ഹാപ്പി ഹാപ്പി. ഇന്റെ അൽഫാം പുള്ളി കഴിഞ്ഞു. ചോറില്ല. എല്ലാരും കൊണ്ടപ്പോഴേ അറിയാൻ എനിക്ക് കൊച്ചു ഫ്രൂട്ട്സ് കുത്തി തന്നിട്ട് ഉമ്മി ബെല്ലന്റെ മേത്ത് മനസ്സിൽ കഴിയും. നല്ല ഒച്ച ഉണ്ടാക്കണ്ടപ്പോ വൺ സൗണ്ടാണ്. ഇത്ര സൗണ്ടില്ല ഇനിയല്ലോ. ഇതുവരെ എത്ര സൗണ്ടിലാണ് ഞാൻ കേട്ടത്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഒരുപാട് അനേകം ആൾക്കാർ അപ്പം നോമ്പ് തുറപ്പിക്കലും അതുപോലെ തന്നെ അത്തായം കഴിപ്പിക്കലും കൊണ്ട് കൂലി കിട്ടുന്നുണ്ടല്ലോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന ഫാമിലി ആവട്ടെ. ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഇങ്ങളൊന്നില്ലേ അതുണ്ടല്ലോ. ഓ അറബി 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 ഹസൻ 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 അറബി 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 അറബി. Hassan, you happy? Where is he? You happy? Phone one. Where is he? Inside. Let's go to TikTok him, brother. TikTok not available in India.
TikTok is not available here. നമ്മക്ക് ടിക്ടോക്ക് ഇല്ല We will talk to him. Why TikTok? I did not say TikTok. ടിക്ടോക്ക് ഇസ് ബാൻഡ് ഇൻ ഇന്ത്യ. ഇൻ ഇന്ത്യ ടിക്ടോക്ക് ഇസ് ബാൻഡ്. ഇപ്പൊ ചെയ്യാ എനിക്ക് എത്ര പോയിന്റ് ആയി? ഞാൻ ഒരു പോയിന്റ് മൈനസ് ആക്കില്ല, ഇവിടെ ഒന്ന് മൈനസ് ആയി. അങ്ങനെ ആ പോയിന്റ് മൈനസ് ആയി. ഇപ്പച്ചി അറബികൾ വന്നപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുമില്ല, കാരണം നമ്മൾ നബിന്റെ ഫാമിലിയിൽ നിന്ന് ഡയറക്റ്റിലൊക്കെ വന്നത്. ഡയറക്റ്റ് ഉത്തരം എന്ത് വരും? അപ്പൊ നമ്മളെ ചോദിച്ചു ഇസ്ലാമിക ചരിത്രം നമ്മളെ ചോദിച്ചു ഞെട്ടിച്ചാൽ പോലെ എന്തില്ല, അറബികളെ ചോദിച്ചു ഞെട്ടിച്ചാൻ പറ്റില്ല. അപ്പൊ ഇപ്പച്ചി മെല്ലെ ഇന്ന് ക്വസ്റ്റ്യൻ ഒന്നുമില്ല, എല്ലാവരും പോയിക്കോളി. എന്റെ ഫാദർ കുട്ടി മിന്നാണ് അലിന്റെ ഒപ്പം നിസ്കരിച്ച് വന്നപ്പോ കണ്ടേച്ച് തന്നോളി. ഇന്ന് ക്വസ്റ്റ്യൻ ചോദിക്കലൊന്നുമില്ലേ? നോമ്പെടുത്തും തിന്നാൻ പറ്റണ വിഭവങ്ങള് കണ്ടുക്ക, നിസ്കാരപ്പായൽ കിട്ടണ തേൻ മധുരം കഴിച്ചിക്ക. അപ്പൊ സുഹൃത്തുക്കൾ, എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ഞാനും ജിമ്മിയും പോയിന്റ് വാക്ക് നമ്മൾ രണ്ടാളും ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളെ കാണാം. താങ്ക് യു. പോയാ അപ്പൊ വൈകുന്നേരം നമ്മള് പറഞ്ഞാല് ഓക്കെ. പിന്നെ പറ്റാണ് ഒരു വ്ളോഗ് എടുത്തോ. കോടതിന്റെ ഉള്ളിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഈ കൊല്ലത്തെ അങ്ങനെയൊക്കെ പറഞ്ഞ ഈ കൊല്ലം ഫുള്ള് അടുത്ത കേസ് ഡയറക്റ്റ് കോടതി. അയ്യോ അള്ളാ. Second time, iftar. Inshallah. Inshallah, you will come here. Oh, sure. First time now, and second time iftar. Sure, inshallah. Okay, brother. Fine. ഓക്കെ വിളിക്ക്. അപ്പം നമ്മൾ 3 മില്യൺ തികഞ്ഞതിനോട് പ്രമാണിച്ച് അറബ് വാക്കിൽ നമ്മുടെ ആരാധകരോടും പ്രേക്ഷകരോടും ബോസിന്റെ ഹസന്റെ ആരാധകരോടും പ്രേക്ഷകരോടും എല്ലാവരോടും 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി സൗദി അറേബ്യയിൽ നിന്നും ഹസൻ അവറുകളെ ക്ഷണിച്ചുള്ളൂ. كيف هذا يشتغل؟ Speak few words. طيب كيف هذا يشتغل؟ تضغط ولا خلاص كذا على طول يشتغل؟ اسمع انا اقول لك. Okay. Thank you for all the people who follow Hanan family. Inshallah we will. That's the name, Hanan's family. Yeah, see there. Like we are all family, I believe. Yeah, we believe in this also. Yeah. Inshallah next as soon as possible, inshallah you will reach 5 million. Inshallah. Then we will celebrate. We'll celebrate like no other. അപ്പോൾ എന്താ വെച്ചാല് ഇബൽക്ക് ഒമാനില് ഗണ്ണ് പൊട്ടിക്കാനും ബോംബ് ഇടാനൊക്കെ ഉള്ള എന്ത് ഇതുണ്ട്, സാങ്ഷനും പരിപാടിയുള്ള വലിയ ഫാമിലി എന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അടുത്ത് ഫുള്ള് ഗണ്ണ് പരിപാടി ടക്കടക്കട ആകാശത്തിൽ വെടിവെക്കണം. അപ്പോൾ നമ്മളെന്താ വെച്ചാല് വിചാരിക്കണം എന്താ വെച്ചാല് بوم 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 على طول. ബം 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 ബം. Inshallah. The second thing is about your friends, brother. Always supporting you. Inshallah. Or your family are supporting you. MashaAllah. Yes, everyone is happy, MashaAllah. You made the people happy and everyone is happy with you. Inshallah you will reach as soon as possible 5 million. Then we will tuck everywhere. അപ്പോൾ ഇത്രയും കാലം നമ്മളെന്ത് ഈ മില്യൺ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാതെ 5-ാം മില്യൺ വെടിവെച്ചിട്ട് ബോംബ് ഇതാക്കിയിട്ടും നിറച്ച് സെലിബ്രേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അലവി കം സിറ്റ് അലവി സ്പീക്സ് ഫ്യൂ വേർഡ്സ്. അപ്പം നമ്മുടെ 3 മില്യൺ പ്രമാണിച്ച് 3-4 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് യമനിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിനും ഒരുപോലെ പ്രിയപ്പെട്ടവൻ അലവിയെ ക്ഷണിക്കുന്നു. മാഷാല്ലാ ടുഡേ 3 മില്യൺ 4 മില്യൺ മറ്റേ 4 1 2 3 4 هذا 4 ان شاء الله 5 million ان شاء الله we'll celebrate in Yemen or Saudi Arabia anywhere in شاء الله even here will come. We are so happy for you brother and we will see you future more big and big ان شاء الله. And Allah global ഗ്ലോബൽ. അപ്പൊ ഗ്ലോബലിനെ 2 വാക്ക് ക്ഷണിക്കാൻ വിളിക്കുന്നു.
5 മില്യൺ നമ്മൾ തകർത്താ ആഘോഷിക്കും. അപ്പോ പൊന്നാനി കുണ്ടിച്ചിറ ഭാഗത്ത് നിന്നും പാലത്തിന്റെ അടുത്ത് അല്ല അവിടെയാണ് വീട്. പാലപ്പെട്ടി ഭാഗത്ത് നിന്നും ഇപ്പൊ യമന്ന് വന്നു, സൗദിന്ന് വന്നു. അപ്പൊ പാലപ്പെട്ടി ഭാഗത്ത് നിന്നും പാലം കഴിഞ്ഞ ഉടനെ തന്നെ വീട് വരുന്ന നിഹാലിനെ 2 വാക്ക് ക്ഷണിക്കാൻ ശ്രമിക്കുന്നു. കുടിക്കാൻ 2 വാക്ക് നമ്മൾ അനാൻസ് ഫാമിലി 3 മില്യൺ അടിച്ചിരിക്കുന്നു. ഈ പറഞ്ഞോ? അതായത് അന്ത് 6 ഏറ് ഏറ് കിട്ടൂലേ. count in Arabic number. count in Arabic. واحد اثنان ثلاثة أربعة خمسة ستة سبعة ثمانية 9 10 Bro, Malayalam easy bro. 1 2 3 4 5 6 7 8 അപ്പത്തെ ബത്തെ ഇതറിയില്ല. we need the word from global bro. അഫീംബാ നമുക്കിങ്ങനെ പറയാം. അപ്പോൾ എന്താ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം 3 മില്യൺ ഓരോ സാധനങ്ങൾ ഞാൻ സ്വൈപ്പ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ ഒരു അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം 3 മില്യൺ ചില്ലറ കണക്കല്ല. യെസ്, ഇറ്റ്സ് എ വെരി ഹ്യൂജ് മൈൽസ്റ്റോൺ. ബിഗ് കൗണ്ട്. അതിനെ പൊക്കി അടിക്കാണ്ട് വേറെ എന്തെങ്കിലും പറയാനല്ലേ? അതായത് അപ്പോൾ എല്ലാവരോടും നന്ദിയാണ്. അതായത് ഇതിന്റെ പിന്നിൽ സത്യം പറഞ്ഞാൽ അനുവിന്റെ വെരി ഹ്യൂജ് കഷ്ടപ്പാടുണ്ട്. കാരണം ഇപ്പം നമ്മളാണെങ്കിൽ വ്ളോഗ് എടുക്കണമെങ്കിൽ പോലും പൊക്കി അടിക്കല്ലോ കേട്ടോ. അതായത് എന്താ ഇപ്പോൾ പുലർച്ചെ എണീച്ചിട്ട് എനിക്കൊരിക്കലും ഇത്രയും സ്റ്റേണിലായിട്ട് ഇങ്ങനെ വർത്താനം പറയാനോ അത് എത്രത്തോളം ആൾക്കാർക്ക് കഴിയുമെന്ന് എനിക്കറിയില്ല. അതേ സാധനം പുലർച്ചെ എണീക്കുന്ന ഈ ഒരു ശക്തിയാണ് ഇതെന്നൊക്കെ പറഞ്ഞിങ്ങനെ അത് അനുവിന് ഇത്രയും പരിപാടിയും കാര്യങ്ങൾക്കൊക്കെ ഇടയ്ക്ക് ഈ വ്ളോഗ് അനു അത്രയും പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ അനു പാഷനേറ്റ് ചെയ്യുന്നതിന് ഒപ്പം നിങ്ങൾ അതേ ഒരു സംഭവം കണ്ട് തിരിച്ച് കാണിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഹാപ്പിയാണ്. ചെയ്യണേൽ നിങ്ങളൊരു 100% കൂടി ഉണ്ടായോണ്ടാണ് നമുക്ക് ഈ ഒരു നമുക്കൊരു 100% ആയി. ഇതെപ്പോഴും നമ്മുടെ വിജയമാണ് മച്ചാനെ. ദിസ് ഈസ് ഹനാൻസ് ഫാമിലി. അനു ഹാപ്പി 3 മില്യൺ. അപ്പോൾ ഇത് നമ്മളുടെ വിജയമാണ്, ഹനാൻസ് ഫാമിലിയുടെ വിജയമാണ്. 3 മില്യൺ. അത് ഹാപ്പി 3 മില്യൺ. ഞാൻ സുഹൃത്തുക്കളെ ബാക്കി വരായിട്ടാ. അപ്പം 3 മില്യനായി, 3 മില്യൺ സബ്സ്ക്രൈബേഴ്സായി അനുവിന്. അപ്പം ഹാപ്പി 3 മില്യൺ. പിന്നെ മൊത്തത്തിൽ ഇപ്പോൾ തരിച്ചെടുക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ ഗിഫ്റ്റ് ഇതൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് കാര്യമായിട്ട് പറയാനൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ മൈക്കായി മാറാം. നമ്മളിവിടുന്ന് പരിചയപ്പെടുന്നത് മറ്റേ ഇവിടെ നല്ലേ പാലിയേറ്റീവ് എന്നല്ലേ? ക്യാൻസർ എനിക്ക് ആദ്യം പരിചയം അത് 19 20 21 20 അല്ലേ? 2020 പാലിയേറ്റീവിൽ നമ്മൾ പരിപാടിക്ക് പോയപ്പം ഈ ധനശേഖരണാർത്ഥം ഒരു പരിപാടി ഉണ്ടായിരുന്നു അവിടെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടില്ല. അപ്പോൾ ആ പരിപാടിക്ക് പോയപ്പം അന്ന് ഞാനും ഷാനും നിന്നപ്പോൾ ഒരു ചങ്ങായി ക്യാമറയും കൊണ്ടുവന്നത്. അത് 0.5 ക്യാമറ കൊണ്ട് ഇത് ആരബൻ അതിൽ പിന്നെ ഷാനിൻ്റെ അടുത്തേക്ക് വന്ന് അതിൽ ഷാനു ഇങ്ങനെ ഇപ്പം ഇത് ആരാ വെറും ക്യാമറ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അങ്ങനെ ഒരു 3-4 വീഡിയോ എടുത്തിട്ടോ. ലാസ്റ്റ് ഷാനു പറഞ്ഞു ഇനി മതിട്ടോ നീ അത് വെച്ച് എഡിറ്റ് ചെയ്യും ഇപ്പോൾ തൽക്കാലം എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ വീഡിയോ ഇറങ്ങിയപ്പം ഷാനു എഴുതി എന്തെങ്കിലും മോട്ടർ വീഡിയോ ആവും. വീഡിയോ ഇറങ്ങിയപ്പോൾ ഷാനു എടാ വീഡിയോ രസമുണ്ടല്ലോ. ഷാനു പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാണല്ലോ വീഡിയോ രസമുണ്ടല്ലോ. കുറച്ചു നേരം കൂടി അവിടെ നിന്നെടുത്താൽ മതി അവനെ ആട്ടി വിടണ്ടില്ലേ. അങ്ങനെയാണ് കെൻസിൻ്റെ കമ്പനി ആണത്. അങ്ങനെ ഇപ്പം 5 കൊല്ലമായി. 5 കൊല്ലം മാഷാല്ലാ. 5 years. It's been 5 years since we met. Mashallah, tabarakallah. But some relationship like you doesn't have to count years.
to know the depth of the relationship? No, brother, like me, like you, brother, we need to meet as long as we can. Till the end of our life, inshallah, we'll be together. And we Inshallah. have to meet not only here in Saudi Arabia, in Yemen, everywhere in the world, inshallah. Whenever we are alive, we will be in contact as soon as we are alive, inshallah. ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവരും ഇന്ന് കമന്റ് ബോക്സ് എല്ലാവരും ഏറ്റെടുക്കേണ്ട ഇവലെ മൂന്നാളെ പേര് പറഞ്ഞിട്ടോ. ഹസൻ, അഹ്മദ്, محمد علوي ഹസൻ, അഹ്മദ്, അഹ്മദ്, حسن احمد علي അഹ്സൻ. അപ്പൊ പോലെ ഫുൾ നെയിം നിങ്ങൾക്ക് എന്തായാലും ടൈപ്പ് ചെയ്താലും എന്താ വെച്ചാൽ അടുത്ത വ്ളോഗ് എത്തുള്ളൂ. ഹസൻ. ഇന്നലെ പോയപ്പോഴേ തിരിച്ച് ഫോണിൽ അപ്പൊ പേര് ഫീഡ് ചെയ്ത മൊബൈലിലേ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. ഹസൻ അഹമ്മദ് അലവി പറഞ്ഞിട്ട് എല്ലാവരും ലവ് എമോജിയും കമൻറ്റും ഇടുക. അപ്പോൾ ഓല് വ്ളോഗും കാര്യങ്ങളൊക്കെ കാണുന്നതും വായിക്കണതും ആവും. അപ്പോൾ ഓല് ഹാപ്പി ആയിക്കോട്ടെ. എന്നാൽ ആരും നമ്മളെ പേരോ സംഭവങ്ങളോ കമൻറ്റ് ഇട്ടിട്ടില്ലെങ്കിലും അറബിയിലെങ്കിൽ അറബിയിൽ, ഇംഗ്ലീഷിലെങ്കിൽ ഹസൻ അഹമ്മദ് അലവി എന്ന് എല്ലാവരും നമ്മളെ വ്ളോഗ്സിൽ മസ്റ്റായിട്ടും കമൻറ്റ്. അപ്പം ഞങ്ങളെല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് കണ്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ കമ്മിങ് മാൻ. Wallahi, alhamdulillah, we are family. So as you say, family, Hanan is family. So we are part of his family. Inshallah, we'll be for a long part of your family. ഇൻഷാല്ലാ ബ്രദർ. അപ്പോൾ Thank you എന്തായാലും very much. مشي اورا مشي اورا مشي لا ماي ഒന്നര പാട്ട് പാടലും ഒക്കെ പരിപാടി. he was so happy with Machi. He talked to me. First time he met her, he said like she is very, very comfortable with him and he is comfortable with her. So they are having kind of like contact and they are happy to each other. Alhamdulillah. I know how Everybody happy with her. I know how you left last time. Last time I cannot imagine that time, brother. I did not accept when I was going out from this home. Nobody, if you enter this home, you will not go out from this home because this home is full of happiness. ഭയങ്കര busy. I cried at that time because we full of love, full of happiness. Like we are not in our like we are not guest here. We felt we are not guest here. We felt like we are part of this home. Don't cry, brother. This is my second day here. I really feel it's my home. Wallah. When someone come, I feel he's my guest now. ആരെല്ലാം വരുമ്പേ ഗസ്റ്റ് വരുന്നുണ്ട്. ഹോം എടുത്ത ആളായി. Never feel negative here. Never. Only positive പോസിറ്റീവ് വൈബ്സ്. Only മാഷാഅല്ലാ. മാഷാഅല്ലാ. അഞ്ചുമത്തൊക്കെ പെടുത്ത വേറെ ആരും ആണെന്നാ. ഇവരെയൊക്കെ പുറത്തൊക്കെ ഇട്ടു. May Allah keep all us positive always. Brother, positive is come from you and from your family, from your father and dad and mother. That's it. And other people will feel the positive things. They will come. Officially, they will come. Once they will feel negative things, they will never come. So That's why they are coming again and again. and everybody is coming late night. They will come here. Late night they will come like shaitan. ഓ 2 മണിക്കും 3 മണിക്കൊക്കെ എന്ന് വരുന്നുണ്ട്. ആ ടൈമിൽ വരുമ്പോൾ വരെ ഗേറ്റിന്റെ പുറത്ത് ആൾക്കാരുണ്ട്. അപ്പോൾ ആ ടൈമിലൊന്നും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഉമ്മച്ചിക്ക് ഒപ്പിച്ചിക്ക് ആർക്കും പുറത്തു പോകാൻ കഴിയില്ല. നമ്മളധികം അറിയില്ല. അപ്പോൾ ആ ടൈമിൽ വരാൻ വിചാരിച്ചത് എന്താ സംഭവം ഇവിടെ ആള് എന്നുള്ളൊരു ഇതായിട്ടാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. വ്ളോഗ് കണ്ടതിന് എല്ലാവർക്കും ബിഗ് താങ്ക്സ്. സോ നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് നമ്മൾ 3 മില്യൺ ആയിരിക്കണം. സോ എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് വൺസ് അഗൈൻ. അപ്പോൾ എന്തായാലും വീണ്ടും വ്ളോഗ്സ് കാണാം. ഇനിയും കിടിലും വ്ളോഗ്സ് നമ്മളുടെ ചാനൽ വരുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് കമൻറ്റ് അഹമ്മദ്, കമൻറ്റ് ആലവി, കമൻറ്റ് ഹസൻ. സോ ഇതാണ് ഇന്നത്തെ എല്ലാവരുടെയും ഡ്യൂട്ടി. അതെന്തോ പറയാൻ വന്നു. لهم دعاء ان شاء الله. അപ്പം ഞാനെന്താ വെച്ചാൽ മൂപ്പര് അധികം ഫ്രെയിമിൽ കൊണ്ടുവന്നാൽ മൂപ്പർക്ക് ഇടങ്ങാറാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അധികം അങ്ങനെ ഫ്രെയിമിൽ നിന്ന് കൊണ്ടുവരാമെന്ന് കേട്ടോ. പക്ഷേ മൂപ്പര് ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ അതാണ് ഞാൻ ആദ്യം മുതലേ ഞാൻ ജിംഷാനോട് പറഞ്ഞു അവരെടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം, അതേപോലെ നല്ല ടേക്ക് കെയർ ചെയ്യണം, ശ്രദ്ധിച്ചിട്ട് നമ്മൾ നോക്കി ചെയ്താൽ മതി. ഓല് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഒന്ന് വ്ളോഗ് എടുത്താൽ മതി തന്നെ. അപ്പോൾ ഓല് കംഫർട്ടബിൾ പറഞ്ഞുകൊണ്ട് നമ്മൾ എടുത്തേട്ടാ. അപ്പം ആളിപ്പം സൗദിയിൽ നിന്ന് ചികിത്സക്ക് വന്നേക്കാണ്. ഇപ്പം നമ്മളെ കോട്ടക്കൽ ഇറ്റ് വാസ് ആക്സിഡൻറ്റ്. അപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ ഇങ്ങനെ അരക്ക് താഴെ ഇപ്പം ഈ
ചലനം പറ്റി കിടക്കണ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഷിഫ ആവാനും പെട്ടെന്ന് ശമനം വരാനും ഉഷാറാവാനും പഴയ പോലെ ആവാനും എല്ലാവരും പ്രാർത്ഥിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ എത്ര ആൾക്കാർ പ്രാർത്ഥിക്കും ഇൻഷാ അല്ലാഹ്, അത്ര എനിക്കറിയാം എത്രത്തോളം നിങ്ങളെ പ്രാർത്ഥന എത്രത്തോളം ഒരു മനുഷ്യനെ രക്ഷിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഞാൻ. ആൾക്കാർ പ്രാർത്ഥിക്കണല്ലേ. അപ്പം ഇൻഷാ അല്ലാഹ് lakhs of people will be watching. Insha Allah we'll get lakhs of prayers today, I hope. Insha Allah my people are like that. ഒരു ഹാർട്ട് ഫെൽറ്റ് അങ്ങനെ എന്തായാലും ഹൃദയത്തിൽ തട്ടിയൊരു വ്ളോഗായിട്ടൊന്ന് മാഷാ അല്ലാഹ് പെൽച്ചക്ക് ആകെ ഇടങ്ങാറായി, ആകെ കണ്ണൊക്കെ ഒന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കാണാം, സബ്സ്ക്രൈബ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിൽ കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.